Species domestic animal. Petal of flower, calyx, outer cover of flower. Ambala komate kudle pengile mutte. Second dipstick. Silurian period. This animal is in cylindrita. Prakash samslashanam ennu parayunnu. Magnet attracts materials like a three-dimensional representation. Seed cord, apricot. I have noun, article, adjective, verb. 4ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? എന്നാൽ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പോലെയാണ് അങ്ങാടിപ്പുറം ബ്രെയിനി ബഞ്ച് ഇൻ്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾ പെർഫോം ചെയ്തത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച മോണ്ടിസോറി എക്സിബിഷൻ പരിപാടി കാണാനെത്തിയ രക്ഷിതാക്കളും അമ്പരന്ന് പോയ നിമിഷങ്ങളായിരുന്നു അത്. അന്താരാഷ്ട്ര തലത്തിൽ പഠന നിലവാരമുള്ള ഈ മോണ്ടിസോറി സ്കൂളിനെക്കുറിച്ച് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ മറുപടികൾ ഇങ്ങനെയായിരുന്നു. LKG മുതൽ ഇവിടെ തന്നെയാണ് പഠിക്കാൻ തുടങ്ങിയത്. നല്ല പഠിത്തമാണ്. പഠിത്തം എന്ന് വെച്ചാൽ നമ്മൾ പേരൻസ് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യവും എല്ലാം ഇവർ തന്നെ പഠിപ്പിച്ച് എക്സിബിഷൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മളൊന്നും ബുദ്ധിമുട്ടേണ്ട വന്നിട്ടേ ഇല്ല. ഇവർ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം പഠിപ്പിച്ചാണ് വിടുന്നത്. ഇപ്പം 1ാം ക്ലാസ് തന്നെ ഇവർ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഹാർഡ് വർക്കിന് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതാണ് പേരൻസിനും ഫ്രീ ആയിട്ടിരിക്കാം ആണ് ഏറ്റവും വലിയ ഗുണം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ബാക്കി സ്കൂളിൽ ഒരു 2ും 4ാം ക്ലാസ് വരെയുള്ള പഠിത്തമാണ് 1ാം ക്ലാസ്സിൽ ഇവർ പഠിപ്പിച്ചേക്കുന്നതെന്നാണ്. ഈ ബ്രെയിനി ബെഞ്ചിൻ്റെ 4 വർഷത്തെ ഉയർച്ചയ്ക്കൊപ്പം ജേർണി ചെയ്യുന്നൊരു പേരൻ്റാണ് ഞാൻ. എൻ്റെ 3 കുട്ടികളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തൊരു വർഷങ്ങളായിരുന്നു ഈ വർഷങ്ങളൊക്കെ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ആണെങ്കിൽ 10 എവിടെ ചോദിച്ചാലും അവർ അതിൻ്റെ ഉത്തരം പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ, നമ്മളെ മക്കൾ ഇത്രയും ഡെവലപ്പ് ആയല്ലോ എന്ന് വിചാരിക്കാം. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല നോട്ടാണ് കുട്ടികളൊക്കെ. ഉണ്ടി മണ്ണിൽ പഠിക്കുന്ന ശിവനാഥ് കൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഇവിടെ ചേർത്തുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മോണ്ടിസോറിയാണ്, അത് ബുദ്ധിമുട്ടുള്ള വിഷയമാവും, കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിവിടെ ഇതിനകത്ത് വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ വെച്ചിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ട് തന്നെ കുട്ടി പ്രത്യേകിച്ചും ബോയ്സിനാണെങ്കിലും അവർക്ക് എപ്പോഴും ഓടി കളിക്കുക, ചാടി കളിക്കുക, ഓരോന്ന് വികൃതികൾ കാട്ടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് അവരുടെ കാര്യങ്ങളിവിടെ അവർ പഠിച്ചെടുക്കുന്നത്. മോണ്ടിസോറി സമ്പ്രദായം ആകുമ്പോൾ തന്നെ കളിയിൽ കൂടെയാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റഡാണ് അവരുടെ സന്തോഷത്തോടെയാണ് അവർ പഠിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പഠനത്തിനെ കുറിച്ച് പറയുക വെച്ചാൽ അവന് വന്ന് ഇപ്പോൾ ഒരു 7-8 മാസമൊക്കെ ആയല്ലോ. ഇതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് റീഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്പേഴ്സ്, ആഡീഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ ഇവിടുന്ന് പഠിച്ചു. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഇവിടെ ചേർക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതെനിക്ക് അവനിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ ഇത്ര ഹിന്ദി ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെറുപ്രായത്തിൽ തന്നെ അതുങ്ങൾ ചെയ്തു ശീലിച്ചു വരുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് പിള്ളേർക്കെല്ലാം നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇവർക്ക് വർക്കും ചെയ്യാനില്ല, കഴിയണത് സ്കൂളിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല തന്നെയാണ്. ഇവനൊരു CBSE സ്കൂളിൽ പോലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ കാണാറില്ല. സ്പീച്ചിങ് കപ്പാസിറ്റി കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ ആ റിസ്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് തന്നെ എല്ലാം പഠിക്കലുണ്ട്. നമുക്ക് ഭയങ്കര ഉപകാരമാണത്. 2 വയസ്സ് മുതൽ പ്ലേ സ്കൂളും പ്രീ പ്രൈമറി ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ പാഠപുസ്തകമോ ഹോംവർക്കോ ഇല്ല. 100% പ്ലേസ്മെൻറ്റോടു കൂടി പെരിന്തൽമണ്ണയിൽ ഇവരുടെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തിച്ചു വരുന്നുണ്ട്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് അത് സ്കൂളിൽ തന്നെ കുട്ടിക്ക് പഠനത്തിനുള്ള സൗകര്യം ഒരുക്കുക. അതായത് മോണ്ടിസോറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുട്ടികളെ മെറ്റീരിയലിലൂടെ, അതായത് കോൺക്രീറ്റ് വേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അബ്സ്ട്രാക്റ്റ് വേയിൽ എത്തിക്കുക. അതാണ് ശരിക്കും മോണ്ടിസോറി സിസ്റ്റം. അതിന് മറിയ മോണ്ടിസോറി തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത മെറ്റീരിയൽ ഉണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ മെറ്റീരിയൽ ഉണ്ട്, സബ്ജക്റ്റ് വൈസ് മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസോട് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുട്ടികളെ സാധാരണ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ ശരിക്കുള്ള മോണ്ടിസോറി സിസ്റ്റം. അതിൽ തന്നെ പഠനം സ്കൂളിൽ തന്നെ കഴിയണം. അത് വീട്ടിലേക്ക് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ശരിക്കും കുട്ടികൾക്ക് സ്കൂളിൽ വേണ്ടത്, മോണ്ടിസോറി സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ അതിനർത്ഥം കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം സ്കൂളിൽ തന്നെ ആവണം. അതിൽ രക്ഷിതാക്കൾക്ക് പങ്കില്ല. അത് അധ്യാപകരുടെ ഡ്യൂട്ടിയാണ്. അധ്യാപകരാണ് അത് റിയലായിട്ടും ഈ സ്കൂൾ അത് ഫോളോ ചെയ്യുന്നു. കാരണം ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കില്ല, വീട്ടിലേക്ക് ഹോംവർക്ക് കൊടുക്കുന്നില്ല,
പിന്നെ അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ 3 മാസം കൂടുമ്പോഴോ 4 മാസം കൂടുമ്പോൾ ഒരു പാരൻസ് മീറ്റിംഗ് പോലും ഇവിടെ വെക്കുന്നില്ല. കാരണം നമ്മുടെ പാരൻസിന് എപ്പോൾ വേണമെങ്കിലും അവരുടെ കുട്ടികളുടെ പ്രോഗ്രസ് അറിയാനുള്ള അവസരം ഇവിടെ ഉണ്ട്, അവർക്ക് വരാം. അവർ വന്ന് അന്വേഷിക്കാറുണ്ട്. എല്ലാ പേരൻസും ഒരുവിധം സാറ്റിസ്ഫൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു LKG സ്റ്റുഡൻറ്റ് ഇന്നിവിടെ പെർഫോം ചെയ്ത് നിങ്ങൾ കണ്ടു. അതുപോലത്തെ ഒരു UKG സ്റ്റുഡൻറ്റ് എങ്ങനെ എത്ര ഫാസ്റ്റായിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു അതും നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എന്താ, ഓരോ കുട്ടികളുടെയും ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് ഇവിടെ എത്ര ഈസി ആയിട്ട് ഡിവിഷൻ ചെയ്യുന്നു എന്ന് നിങ്ങളിന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഓരോ സബ്ജക്റ്റിലും നമ്മളെ കുട്ടികൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് അവരെങ്ങനെയാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ റൂൾസ് എങ്ങനെയാണ് വ്യക്തമായിട്ട് നിങ്ങൾക്കിന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു ഡിഗ്രി ലെവലിലുള്ള ഗ്രാമറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. മീൻസ് ലാസ്റ്റ് സ്റ്റേജ് 4th എത്തുമ്പോഴേക്കും നമ്മളെ കുട്ടികൾക്ക് ആ ഒരു സ്റ്റേജ് എത്തി. അതൊക്കെ ടെക്സ്റ്റ് ബുക്കും ഇല്ല, ഹോംവർക്കും ഇല്ല. എക്സാം ഒന്നും നമ്മൾ പേരൻസിനെ നേരത്തെ അറിയിക്കാറില്ല. അത് എക്സാം ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം കഴിഞ്ഞു, കുട്ടി വീട്ടിൽ ചെന്ന് പറയുകയാണ് എന്ന് ഇംഗ്ലീഷ് എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഇനി നാളെ ഏതാ എക്സാം ചോദ്യം വന്നാൽ മാത്സ് ആണോ എന്ന് കുട്ടിക്ക് അറിയില്ല. അടുത്ത സബ്ജക്റ്റ് എന്താണ് എക്സാം എന്ന് പോലും കുട്ടിക്ക് പോലും അറിയില്ല. പിന്നെ പേരൻറ്റിന് എങ്ങനെ അറിയും? മാത്രമല്ല ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കണമെങ്കിൽ വീട്ടിൽ കുട്ടിയുടെ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഒന്നുമില്ല, അതെല്ലാം സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ പാരൻറ്റിന് കുട്ടീനെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം പോലും ഞങ്ങൾ കൊടുക്കുന്നില്ല. അത് പൂർണ്ണമായിട്ടും കുട്ടികൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നു. എന്നാൽ വലിയ ക്ലാസ് മീൻസ് 3rd സ്റ്റാൻഡേർഡിലോ 4th കുട്ടികൾക്ക് ഫോളോ അപ്പ് വർക്ക് വരുന്നുണ്ട്. അതവർ വീട്ടിൽ പോയി അവർ സ്വയം ചെയ്യുന്നു. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാരൻസിൻ്റെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാരൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന്. ഒരു പാരൻറ്റിനെ പോലും, ഒരു കുട്ടി പോലും ഒരു പാരൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പഠനം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ വിളിക്കാം, ചോദിക്കാം. അങ്ങനെയാണ് നമ്മളുടെ ഇതിൽ പോകുന്നത്. കുട്ടികൾ അങ്ങനെ തന്നെ, കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കണ്ടപ്പോൾ. ടീച്ചേഴ്സും കുട്ടികളും, ഇപ്പം ഞാനടക്കം കുട്ടികളെടുത്ത്, കുട്ടികൾ എന്നോടും, ഒരു ടീച്ചർ കുട്ടികൾ പോലെയല്ല, ശരിക്കും അവർക്ക് അവരുടെ ടീച്ചർ ഒരു അമ്മമാരെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. പല കുട്ടികളും അവരുടെ ടീച്ചേഴ്സിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു. ഓക്കെ, ആ ഒരു ഫീൽ, അതാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ശരിക്കും കുട്ടികൾക്ക് പഠനം ഭാരമാവാതെ മെറ്റീരിയലോട് കൊടുക്കുന്നു, ഹോംവർക്ക് ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ തന്നെ പറയും, ചില പാരൻസ് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത് സാധിക്കുന്നു? എല്ലാ മാസവും നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നുണ്ട് ഇവിടെ. എല്ലാ മാസവും സെലിബ്രേഷൻസ് മീൻസ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇവിടെ നടക്കുന്നു. അതുപോലെ അസുഖങ്ങളായിട്ട് കുട്ടികൾ ലീവ് വരുന്നു. ലീവ് വന്നാൽ പോലും ഞങ്ങൾ പാരൻസിന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഹോംവർക്ക് കൊടുക്കുന്നില്ല. അതും ഞങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലീവ് വരുന്ന ക്ലാസ്, ലീവിൽ നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ടീച്ചേഴ്സ് സാറ്റർഡേയോ അല്ലാത്ത എക്സ്ട്രാ ടൈമിലോ കുട്ടിക്ക് കവർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴും ഞങ്ങളത് വീട്ടിലേക്ക് വിടുന്നില്ല. അഡ്മിഷനും മറ്റ് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.